ഹൃദയം നുറങ്ങുന്ന കാഴ്ചകൾക്ക് സാക്ഷിയായി പരപ്പനങ്ങാടി അരയൻ കടപ്പുറം ജുമാ മസ്ജിദും ഒട്ടുമൽ മദ്രസയും. ശ്വാസം മുട്ടി മരിച്ച ഒരു കുടുംബത്തിലെ 11 പേർക്കും കണ്ണീരാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. മുഖ്യമന്ത്രിയും MLA-മാരും മദ്രസയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. അരയൻ കടപ്പുറം ജുമാ മസ്ജിദിൽ നടന്ന മയ്യത്ത് നമസ്കാരത്തിന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 10 മണിക്ക് ശേഷമാണ് 11 പേരുടെയും മൃതദേഹങ്ങൾ എത്തിച്ചത്. ഒട്ടുമൽ മദ്രസയിലായിരുന്നു പൊതുദർശനം. കുന്നുമ്മൽ കുടുംബത്തിലെ സഹോദര ഭാര്യമാർക്കും മക്കൾക്കും യാത്രാമൊഴിയേക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മറ്റു മന്ത്രിമാർ, MLA-മാർ എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് മൃതദേഹങ്ങൾ സംസ്കാരത്തിനായി അരയാൻ കടപ്പുറം ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോയി. പത്തു മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം പള്ളിയിലേക്ക് എത്തുമ്പോൾ എല്ലാവരും വിങ്ങിപ്പൊട്ടുകയായിരുന്നു. വേദനാജനകമായ കാഴ്ചയായിരുന്നു പള്ളിയിലേത്. അരയാൻ കടപ്പുറം ജുമാ മസ്ജിദിൽ നടന്ന സംസ്കാര ചടങ്ങിൽ സാദിഖ് അലി തങ്ങൾ നേതൃത്വം നൽകി. പരപ്പനങ്ങാടി തീരത്തെ കുന്നുമ്മൽ സൈദലയുടെ കുടുംബത്തിലെ 11 പേരുടെ ജീവനാണ് പുഴയെടുത്തത്. പരപ്പനങ്ങാടി ആവിൽ ബീച്ച് കുന്നുമ്മൽ സൈദലയുടെ ഭാര്യ സീനത്ത, മകൾ ഹസ്ന, ഷംന, ഷഹ്ല, ഫിദ, ദിൽന, സൈദലയുടെ സഹോദരൻ സിറാജിന്റെ ഭാര്യ റസീന, മകൾ ഷഹ്റ, ഫാത്തിമ, ഋഷിത, നൈറ ഫാത്തിമ, സൈദലയുടെ സഹോദരി നുസ്രത്തിന്റെ മകൾ ആയിഷ മെഹറി എന്നിവർക്കാണ് ദാരുണ അപകടത്തിൽ ഒരേ കുടുംബത്തിൽ നിന്നും ജീവൻ നഷ്ടമായത്. ആവിൽ ബീച്ചിൽ കുന്നുമ്മൽ വീട്ടിൽ ജാബിറിന്റെ ഭാര്യ കുന്നുമ്മൽ ജൽസിയ എന്ന കുഞ്ഞിമു, മകൻ ജരീർ എന്നിവരും അപകടത്തിൽ മരിച്ചു. ഇവരുടെ മക്കളായ ജന്നയും ജിഫ്രയും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. സൈദലവിയും ജാബിറും ഒഴികെ കുടുംബസമേതം മാതാക്കളോടൊപ്പം കെട്ടുങ്ങൽ അഴിമുഖത്തെ ബോട്ടിൽ ഉല്ലാസയാത്രക്ക് പുറപ്പെട്ടതായിരുന്നു.
ഇനി കുന്നുമ്മൽ കുടുംബത്തിൽ അവശേഷിക്കുന്ന മാതാവും 3 ആൺമക്കളും പരിക്കേറ്റ സഹോദരിയും മക്കളുമടക്കം 8 പേർ മാത്രം.